നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരന്റെ വീട്ടിലേക്ക് മാർച്ച്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. പോലീസിന് നേരെ കല്ലും മുട്ടയും എറിഞ്ഞു. സംഘർഷത്തിൽ പ്രവർത്തകർക്ക് പരിക്ക്. ശാസ്താംകോട്ട മുതുപിലാക്കാട് ക്ഷേത്ര പരിസരത്തെ വിവാദ പൂക്കളം. RSS പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം. പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച്. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം. പുനലൂർ നഗരസഭാ സെക്രട്ടറിയെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞുവെച്ചു. നഗരസഭാ ഓഫീസ് കവാടം ഉപരോധിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ ആക്രമിച്ചു. സ്ത്രീ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ഏരൂർ ചില്ലിംഗ് പ്ലാന്റിലാണ് സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച തെക്കുംഭാഗം സ്വദേശി സന്ദീപ് എന്ന പോലീസുകാരന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡുകൾ മാറ്റി സന്ദീപിന്റെ വീടിനരികിലെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് നേരെ കല്ലും മുട്ടയും വടിയും എറിഞ്ഞു. സംഘർഷത്തിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് ബാരിക്കേഡുകൾ തകർത്ത സന്ദീപിന്റെ വീടിനരികിലെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് നേരെ കല്ലും മുട്ടയും വടിയും പ്രവർത്തകർ എറിഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നടക്കാവ് ജംഗ്ഷനിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവുമായി സന്ദീപിന്റെ വീട്ടിലേക്ക് എത്തിയത്. പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനോ എന്റെ പ്രസ്ഥാനത്തിനോ സാധിച്ചിട്ടില്ല എന്ന് ഒരു ഡിവൈഎഫ്ഐക്കാരൻ പറയുകയാണ്. മിനിഞ്ഞാന്നാണ് നെടുമന CPM-ന്റെ ലോക്കൽ സെക്രട്ടറി പറയുകയാണ്, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നപ്പോ കൂമ്പിനിട്ട് ഇടിയാണ് ആദ്യം കിട്ടിയത്. CPM-കാരൻ ഈ അവസ്ഥയാണെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് ഈ ഭരണത്തിന് കീഴിൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? എത്രയേറെ നടപടികൾ എടുക്കാറുണ്ട്. നമുക്കറിയാം, ഒരു ഗൺമാൻ ഉണ്ടായിരുന്നല്ലോ, അനിൽകുമാർ, ഒരു കരിങ്കൊടി കാണിച്ചതിന് പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെ അജയ്യെയും അതുപോലെ തന്നെ തോമസിനെയും അടിച്ചവശനാക്കി. എല്ലാവിധ തെളിവുകളുമുണ്ട്. ഈ സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ല. നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് തൊടുപുഴയിൽ ബിലാൽ, ആ ബിലാലിനെ അടിച്ച് 40% കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. അയാൾക്കെതിരെ, ആ പോലീസുകാരനെതിരെ നടപടിയെടുക്കണമെന്ന് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി വിധിച്ചു. എന്നിട്ടും നടപടിയെടുത്തിട്ടില്ല. ഈ സന്ദീപിനെതിരെ പോലും അല്ലെങ്കിൽ ഈ നുഹ്മോനെതിരെ പോലും 2 കൊല്ലമായി ഈ പോലീസുകാർക്കറിയാം ഇത്ര മാരകമായ അടിയാണ് അടിച്ചത് എന്ന്. ഇതിനുശേഷമാണ് പോലീസിന് നേരെ മുദ്രാവാക്യം മുഴക്കി ബാരിക്കേഡ് തള്ളിമാറ്റാൻ പ്രവർത്തകർ ആരംഭിച്ചത്. ഇതിനിടെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ബാരിക്കേഡ് കടന്ന് പോലീസ് വലയത്തിൽപ്പെട്ടു. ഇതോടെയാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകനെ വിട്ടയച്ച് സംഘർഷം ഒഴിവാക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഇദ്ദേഹം വീണ്ടും ബഹളമുണ്ടാക്കി. പോലീസിന് നേരെ തിരിഞ്ഞു. തുടർന്ന് വനിതാ നേതാക്കൾ ബാരിക്കേഡ് കടന്ന് സന്ദീപിന്റെ വീട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി. ബാരിക്കേഡ് മാറ്റി മുഴുവൻ നേതാക്കളും സന്ദീപിന്റെ വീടിന് മുന്നിലെത്തിയതോടെ മുഴുവൻ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച തെക്കുംഭാഗം സ്വദേശിയായ സന്ദീപ് എന്ന പോലീസുകാരന്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസുമായി ഉണ്ടായ ഉന്തും തള്ളിലും യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ ജാക്സൺ നീണ്ടുകരയ്ക്ക് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, ചവറ.
ഓളപ്പരപ്പിൽ ആവേശത്തിരമാല തീർത്ത കന്നേറ്റി ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിൽ നടുഭാഗം ചുണ്ടനും നടുവിലെ പറമ്പിനും ഒന്നാം സ്ഥാനം പങ്കിട്ടു. കേശവപുരം ബോട്ട് ക്ലബിന്റെ ജി മോഹനനും സനോജ് സത്യനും ക്യാപ്റ്റന്മാരായുള്ള സെന്റ് പയസ് 10ാണ് രണ്ടാം സ്ഥാനം. അവസാന നിമിഷം വരെ ആവേശം വിതറിയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അവസാനിച്ചത്. പോലെ ഇതാ കുതിച്ചു കുതിരയെ പോലെ ഇവിടെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. മെയ്ക്കരുത്തിന്റെ നിറവിൽ താളത്തിനൊത്ത് തുഴയെറിഞ്ഞപ്പോൾ തീരം ആർപ്പുവിളിച്ചു. കന്നേറ്റിക്കായലിന്റെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് വള്ളങ്ങൾ മുന്നോട്ട് കുതിച്ചപ്പോൾ കന്നേറ്റിക്കായലിൽ നടന്ന 85ാമത് ശ്രീനാരായണ ഗുരു ട്രോഫി ജലോത്സവം പതിവ് പോലെ നാടിന്റെ ഉത്സവമായി. ഉച്ചകഴിഞ്ഞ് വള്ളംകളി തുടങ്ങിയപ്പോൾ മുതൽ ഓളവും തീരവും ആവേശത്തിലായിരുന്നു. ചെറുവള്ളങ്ങളിലും ചെങ്ങാടങ്ങളിലും വിവിധയിനം കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളുമായി വള്ളംകളി പ്രേമികൾ ഓളപ്പരപ്പിൽ സജീവമായി. ജലോത്സവത്തിന് ജയ്വിളികളുമായി തീരവും നിറഞ്ഞു കവിഞ്ഞു. ഉച്ചയ്ക്ക് 3ഓടെ പൊതുസമ്മേളനം തുടങ്ങി. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ കൂട്ടായ്മ വളരെ നമ്മുടെ ലോകത്താകുന്നതാണ്. നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഇനി വള്ളംകളികൾ ധാരാളം നടക്കാനുണ്ട്. ആ വള്ളംകളികൾ ഇപ്പോൾ കേരളത്തിന്റെ ഒരു ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പായിട്ട് ഇവരുടെ നിലയിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് CBL വരുന്നത്. CBLന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. ഈ ചാമ്പ്യൻസ് സ്പോർട്ട് ലീഗ് എന്നുള്ളതുകൊണ്ട് എറണാകുളം ജലമേളയ്ക്ക് പ്രത്യേക സഹായം വേണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ മന്ത്രി ജെ ചിഞ്ചുറാണി വള്ളം കളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻപത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ ഈ ജലോത്സവത്തിന് പങ്കെടുക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, തൊട്ടടുത്തുള്ള വീടുകളും നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ഒട്ടേറെ ആൾക്കാരും ഈ ജലോത്സവം കാണുവാൻ വളരെ താല്പര്യത്തോട് കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെൻറ് നമ്മുടെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് അനുവദിക്കുന്ന തുകയെക്കുറിച്ചൊക്കെ പ്രിയങ്കരനായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഇനി ശ്രീനാരായണ ട്രോഫി ജലോത്സവം കന്നേറ്റിക്കായലിൽ 86ാമത് ശ്രീനാരായണ ട്രോഫി ജലോത്സവം ഗുരുദേവൻ അനുഗ്രഹമുണ്ടെങ്കിൽ സ്റ്റിൽ സ്റ്റാർട്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ഈ 2 വള്ളം സംഘം കന്നേറ്റിയുടെ വള്ളം ഒരുപാട് പുറകിലായി 1.25 മണിക്കൂർ വായ്പ ചോര ശ്രദ്ധിച്ച അവസരം ഞാൻ കായൽ ചാടുന്ന ലക്ഷണം വന്നപ്പോഴാണ് ഒരു പരുവത്തിൽ വന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, തലമുടി 4 കീറി സ്റ്റാർട്ടിങ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഈ 3 പേര് പറയാമെന്ന് പറയും. കാരണം ആർക്കും അങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ല. സ്റ്റിൽ സ്റ്റാർട്ട് അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ഒരു വള്ളംകളി 75 വള്ളംകളി എന്നതിനകത്ത് ഒരൊറ്റ വള്ളംകളി മാത്രമാണ് സ്റ്റിൽ സ്റ്റാർട്ട്. നെഹ്റു ട്രോഫിക്ക് സ്റ്റിൽ സ്റ്റാർട്ടായിട്ട് 5-6 വർഷമാകും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും. അതിൻ്റെ കുറ്റം ഞങ്ങളുടെ വശമാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മാസ്റ്ററിൽ സല്യൂട്ട് സ്വീകരിച്ചു. ജനറൽ ക്യാപ്റ്റൻ പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ജലഘോഷയാത്രയ്ക്ക് ശേഷം വള്ളംകളി മത്സരം തുടങ്ങി. നഗരസഭാ കൗൺസിലർ ശാലിനി രാജീവൻ, SNDP യോഗം കരുനാഗപ്പള്ളി യൂണിയൻ സെക്രട്ടറി A സോമരാജൻ, പ്രസിഡന്റ് K സുശീലൻ, താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വലിയത്ത് ഇബ്രാഹിംകുട്ടി, നഗരസഭാ മുൻ ചെയർമാൻ M അൻസാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അനിലസ് കല്ലേലി ഭാഗം, KG രവി തുടങ്ങിയവർ പങ്കെടുത്തു. കന്നേറ്റി ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിൽ നടുഭാഗം ചുണ്ടനും നടുവിലെ പറമ്പിനും ഒന്നാം സ്ഥാനം പങ്കിട്ടു. എന്ന് പറയേണ്ടത് അതിഗംഭീരമായ ഒരു പോരാട്ടം ഇവിടെ നടന്നു. EM ബഷീറും H ഹക്കീമും ക്യാപ്റ്റന്മാരായ ഹൃദയം ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനും പോച്ചയിൽ നാസർ ക്യാപ്റ്റനായ സംഘം കന്നേറ്റിയുടെ നടുവിലെ പറമ്പിനും ഇഞ്ചോടിഞ്ചു മത്സരത്തിലാണ് ഒന്നാം സ്ഥാനം പങ്കിട്ടത്. 1.5 ലക്ഷം രൂപയും ശ്രീനാരായണ ട്രോഫിയും ഇവർക്ക് ലഭിക്കും. കേശവപുരം ബോട്ട് ക്ലബിന്റെ ജി മോഹനനും സനോജ് സത്യനും ക്യാപ്റ്റന്മാരായുള്ള സെന്റ് പയസ് 10ാണ് രണ്ടാം സ്ഥാനം. സാബു സുമംഗലി ക്യാപ്റ്റനായ ഐക്യം ബോട്ട് ക്ലബിന്റെ ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് സെന്റ് ജോർജ് ചുണ്ടനാണ് 3ാം സ്ഥാനത്തെത്തിയത്. അവസാന നിമിഷം വരെ ആവേശം വിതറിയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അവസാനിച്ചത്. മത്സരത്തിന് ശേഷം വിജയികളെ സംബന്ധിച്ച് തർക്കത്തിനും കാരണമായി. ഒടുവിലാണ് 2 ടീമുകൾക്കും 1ാം സ്ഥാനം പങ്കിട്ടു നൽകാൻ തീരുമാനമായത്. ഒരുമിച്ച് സ്വീകരിക്കുന്നു. നടുഭാഗവും നടുവിലപ്പറമ്പ്
ചുണ്ടനും ശ്രീ നാസർ കോച്ചയിൽ ക്യാപ്റ്റനായിട്ടുള്ള തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ മത്സരത്തിൽ യുവസാരഥി ബോട്ട് ക്ലബിന്റെ പടിഞ്ഞാറെ പറമ്പൻ ഒന്നാമതെത്തി. സരിത്ത് ബാബുവാണ് ക്യാപ്റ്റൻ. ഷിഹാബ് ഒപ്റ്റിക്കൽ പാലസ് ക്യാപ്റ്റനായിട്ടുള്ള തെങ്ങിൽ റോയൽസിന്റെ ചെല്ലിക്കാടനും മനു കരിമ്പാലിൽ ക്യാപ്റ്റനായ ഐക്യം ബോട്ട് ക്ലബിന്റെ കമ്പനി വള്ളവും 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. തെക്കനോട് തറ വള്ളങ്ങളുടെ മത്സരത്തിൽ സംഘം കന്നേറ്റിയുടെ കാട്ടിൽ തെക്കതിൽ 1ാം സ്ഥാനവും അംബേദ്കർ ബോട്ട് ക്ലബിന്റെ സാരഥി 2ാം സ്ഥാനവും നേടി. വെപ്പുവള്ളങ്ങളിൽ ഗ്ലോബൽ നീലികുളത്തിന്റെ ചന്ദ്രബാബു ക്യാപ്റ്റനായ ഷോട്ട് പുളിക്കത്തറ 1ാം സ്ഥാനത്തെത്തി. ബിനൽ KSRTC ക്യാപ്റ്റനായ ന്യൂ ടൗൺ ബോട്ട് ക്ലബിന്റെ ജയ് ഷോട്ടാണ് 2ാം സ്ഥാനത്ത്. വിജയികൾക്ക് മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. ആയിരന്തങ്ങ് ഓച്ചിറ റോഡിൽ ആലമ്പേടിക ജംഗ്ഷനിലായിരുന്നു സംഭവം. കരുനാഗപ്പള്ളിയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആളപായമില്ല. ഓടിക്കൊണ്ടിരുന്ന കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ആലുംപീടിക പേരാത്തേരിൽ സജീവിന്റെ കാറിനാണ് തീപിടിച്ചത്. എഞ്ചിൻ ഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് കാർ നിർത്തി ഇറങ്ങിയതിനാൽ അപായമുണ്ടായില്ല. നാട്ടുകാരും കരുനാഗപ്പള്ളിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും ചേർന്ന് തീയണച്ചു. സജീവാണ് കാർ ഓടിച്ചിരുന്നത്. ഞായറാഴ്ച രാത്രി 9:45 ആയിരന്തങ്ങ് ഓച്ചിറ റോഡിൽ ആലുംപീടിക ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ശാസ്താംകോട്ട മുതുപിലാക്കാട് ക്ഷേത്രത്തിൽ പൂക്കളം ഒരുക്കിയതിന് കേസെടുത്ത സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ RSS പ്രവർത്തകർ ഒരുക്കിയ പൂക്കളത്തിൽ കാവിക്കൊടിയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതും വിവാദമായിരുന്നു. ഈ സംഭവത്തിൽ 25ഓളം പേർക്കെതിരെ കലാപശ്രമത്തിന് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മുതുവിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൂക്കളം ഒരുക്കിയതിന് പിന്നാലെ ഉണ്ടായ വിവാദത്തിൽ 25ലധികം പേർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കലാപശ്രമം, നിയമവിരുദ്ധമായി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ സ്ഥാപിച്ചാണ് പോലീസ് കേസെടുത്തത്. ക്ഷേത്ര ഭരണസമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ക്ഷേത്രത്തിന് സമീപം തയ്യാറാക്കിയ പൂക്കളത്തിൽ പൂക്കൾ കൊണ്ട് കാവിക്കൊടിയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതുകയും ചെയ്തിരുന്നു. ഇതാണ് വിവാദമായത്. സംഭവത്തിൽ ക്ഷേത്രസഭയുടെ പരാതിയിലാണ് 25ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. കേസ് അന്യായമാണെന്ന് ആരോപിച്ചായിരുന്നു BJPയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. ദേശത്തോടും രാഷ്ട്രത്തോടും സ്നേഹമുള്ള ആർക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ മായ്ക്കാൻ സാധിക്കുക? അത് രാഷ്ട്രവിരുദ്ധരായിട്ടുള്ള, ദേശവിരുദ്ധരായിട്ടുള്ള, രാഷ്ട്രത്തിനെതിരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും, ഇവിടെ ഇതിന് ഉത്തരവിടാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഇവിടെ കലാപത്തിന് കേസെടുക്കാൻ ശ്രമിച്ച ആ പോലീസുകാരൻ രാഷ്ട്രദ്രോഹിയാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അയാളെ ഈ സമൂഹം ഒറ്റപ്പെടുത്തും. വരുന്ന ദിവസങ്ങളിൽ അയാൾക്കുള്ള കാളരാത്രികളായി മാറും. അത് അദ്ദേഹം കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹം മലേഷ്യയിൽ നിന്ന് തിരിച്ചു വരാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തേവലക്കര BHS ചങ്ങാതിക്കൂട്ടത്തിന്റെ വാർഷികാഘോഷം നടത്തി. ഓണാഘോഷം, ആദരവ്, പൂർവ്വ അധ്യാപക ഗുരുസംഗമം എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. തേവലക്കര BHS ചെങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഓണക്കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കലാകായിക മത്സരങ്ങൾ, വാർഷിക പൊതുയോഗം, ആദരവ്, SSLC+2 അവാർഡ് ദാനം, സമ്മാനദാനം, പൂർവ്വ അധ്യാപകരുടെ ഗുരുസംഗമം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. കർമ്മേൽ സ്നേഹനിലയത്തിൽ ഓണസദ്യയും ഒരുക്കി. മുൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗം എബി പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. പാഠം 2 എല്ലാവർക്കും ഇടമുണ്ടാവുക. പാഠം 1 ഒന്നാവുക, ഒന്നിച്ചു നിൽക്കുക. പാഠം 2 ചങ്ങാതിക്കൂട്ടത്തിൽ എല്ലാവർക്കും ഇടമുണ്ടാകുക. ഉണ്ടോ? വെരി ഗുഡ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഇടമുള്ള സ്ഥലമാണ് ചങ്ങാതിക്കൂട്ടം എന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ഷിബു പറഞ്ഞ വാക്കുകളിൽ വളരെ കൃത്യമായി അതിന്റെ ലാഞ്ചനകൾ ഞാൻ കേൾക്കുകയുണ്ടായി. കൈത്താങ്ങുന്നവൻ, വീണു പോകുന്നവനെ കൈക്ക് പിടിച്ചുയർത്തുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെയുള്ള റീയൂണിയൻ പരിപാടികൾക്ക് പോകുന്ന ഒരാളാണ്. ഇത്ര ആളുകളെയൊക്കെ സംഘടിപ്പിക്കാൻ എന്റെ പൊന്ന്. പ്രസിഡന്റ് B. ദിലീപ് അധ്യക്ഷത വഹിച്ചു.
ലളിതാഭായി, ഷാജി, മിഥുൻ എന്നിവരുടെ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് നടത്തി. ജോയിന്റ് സെക്രട്ടറി KC ഷിബു അനുസ്മരണം നിർവഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷൈൻ സ്വാഗതം പറഞ്ഞു. മുൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗം എബി പാപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രേമചന്ദ്രന് ചടങ്ങിൽ ആദരവ് നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം. പുനലൂർ നഗരസഭാ സെക്രട്ടറിയെ തടഞ്ഞുവെച്ചു. നഗരസഭാ ഓഫീസ് കവാടം ഉപരോധിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പുനലൂർ നഗരസഭയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. പുനലൂർ നഗരസഭാ സെക്രട്ടറിയെ തടഞ്ഞുവെക്കുകയും നഗരസഭാ കവാടം കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയും ചെയ്തു. ഭരണം മാറും രൂപം മാറും. ഓർത്ത് കളിച്ചോ സെക്രട്ടറി, ഓർത്ത് കളിച്ചോ സെക്രട്ടറി. ജനാധിപത്യം തച്ചു തകർക്കാൻ, ജനാധിപത്യം തച്ചു തകർക്കാൻ. വോട്ടർ പട്ടിക ക്രമക്കേട് കാട്ടെ, വോട്ടർ പട്ടിക ക്രമക്കേട് കാട്ടെ. വോട്ടർ പട്ടിക ക്രമക്കേട്. തമിഴ്നാട്ടിലുള്ളവർ വോട്ടുണ്ട്, അവിടെയും ഇവിടെയും വോട്ടുണ്ട്. ജനാധിപത്യം. ഓണനാളുകളിൽ പുറത്തിറക്കിയ അന്തിമ വോട്ടർ പട്ടികയിലാണ് ക്രമക്കേട് കണ്ടെത്തിയതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. പുനലൂർ നഗരസഭയിലെ ഓരോ വാർഡുകൾ എടുത്ത് പരിശോധിച്ചാലും വോട്ടുകൾ ഇരട്ടിപ്പ് വരുന്നു. അതുപോലെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളെ വ്യാപകമായി ചേർത്തിരിക്കുന്നു. പല വാർഡുകളിലും തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ളവരെ, ബംഗാളികളെ പോലും ചേർത്തിരിക്കുന്നു. ഇവിടെ സ്ഥിരതാമസമുള്ള പട്ടാളക്കാരെയും വിദേശത്ത് ജോലി ചെയ്യുന്നവരെയും പഠിക്കാൻ പോയവരെയും എല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയാണ്. 5 വർഷക്കാലം പുനലൂർ നഗരസഭയിൽ എടുത്തു പറയത്തക്ക യാതൊരു വികസന പ്രവർത്തനം ചെയ്യാത്തതിന്റെ ജാള്യതയാണ് പുനലൂർ നഗരസഭാ സെക്രട്ടറിയെ കൊണ്ട് CPM ഇത് ചെയ്യിക്കുന്നത് എന്നാണ് കോൺഗ്രസിന് ഈ സമയം പറയാനുള്ളത്. അനർഹരായ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ നിന്നും വിവിധ വാർഡുകളിൽ തിരികെ കയറ്റിയിട്ടുണ്ടെന്നും ഇതര സംസ്ഥാനക്കാരെ രേഖകളില്ലാതെ തന്നെ വിവിധ വാർഡുകളിൽ ഉൾപ്പെടുത്തിയതായും ഇവർ ആരോപിച്ചു. ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് താമസമില്ലാത്ത നിരവധി പേർക്ക് പേര് ചേർക്കാൻ സൗകര്യമുണ്ടാക്കിയതായും കോൺഗ്രസ് ആരോപിക്കുന്നു. 1 മണിക്കൂറോളം നഗരസഭാ സെക്രട്ടറിയെ പ്രവർത്തകർ തടഞ്ഞുവെച്ചു. നഗരസഭാ കവാടവും ഉപരോധിച്ചു. ജനാധിപത്യം തകർപ്പിക്കാൻ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? ഉപരോധ സമരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് C വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോടതിയെ സമീപിച്ച് നിയമപരമായ മാർഗങ്ങൾ തേടുകയും അതോടൊപ്പം തന്നെ പ്രത്യക്ഷത്തിൽ ഈ നഗരസഭാ പ്രദേശത്ത് നടത്തിയിട്ടുള്ള ഇത്തരം ക്രമക്കേടുകൾ പൊതുജനങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നതിന് വേണ്ടി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് UDF പാർലമെന്ററി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് പോകുന്ന അതിന്റെ തുടക്കമാണ് ഇന്ന് ആദ്യത്തെ ഓഫീസ് ദിവസം തന്നെ ഇതിന്റെ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സെക്രട്ടറി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതൊരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ ഉപരോധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. UDF പാർലമെന്ററി പാർട്ടി ലീഡർ G ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറിയെ കാണിച്ച് തെളിവുകളൊക്കെ കണ്ടപ്പോൾ സെക്രട്ടറി പറയാ ഞങ്ങളിന്ന് പരിഹരിച്ചു തരാമെന്നായി ഇപ്പോൾ പറയുന്നത്. ചൂണ്ടിക്കാണിച്ച പിഴവുകളെല്ലാം ശരിയാണ് എന്ന് നഗരസഭാ സെക്രട്ടറിയും ബന്ധപ്പെട്ട ജീവനക്കാരും സമ്മതിക്കുക. ഒളിച്ചും മാത്രം രാത്രിയുടെ മറവിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ ഇവിടെ വന്നിരുന്നുകൊണ്ട് വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റുക. വാർഡിൽ താമസമില്ലാത്ത ഒരാൾ 184ഓളം വോട്ടുകൾ ഒരു വാർഡിൽ നിന്ന് നീക്കം ചെയ്യാൻ അപേക്ഷ കൊടുത്തു. അതനുസരിച്ച് ആ വോട്ടുകൾ മുഴുവൻ നീക്കം ചെയ്യുക. ഇത് കേട്ടുകേൾവിയുണ്ടോ? പുനലൂരിന് പുറത്തുള്ള 2000-ലധികം ആളുകളുടെ വോട്ട് പല വാർഡുകളിലായി തിരികെ കയറ്റിയിരിക്കുക. തമിഴന്മാരെ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ ഈ നാട്ടിൽ താമസമില്ലാത്ത ആളുകളാ. താമസമുള്ള ആളുകൾക്ക് വോട്ടില്ല, താമസമില്ലാത്ത ആളുകളുടെ വോട്ട് തിരികെ കേൾക്കുക. ഇത് പട്ടാളക്കാരായിട്ടുള്ള ആളുകൾ, അവർ രാജ്യ സേവനം നടത്തുന്നതിന് വേണ്ടി ജോലിക്ക് പോയിട്ടുള്ള ആളുകളാ. അവരുടെ വോട്ട് നീക്കം ചെയ്തു. നഗരസഭാ സെക്രട്ടറിയെ ഞങ്ങൾ കാണിച്ചു. സെക്രട്ടറി കുറ്റബോധത്തോടുകൂടി പറയുക ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ജീവനക്കാരോട് ചോദിക്കുക. വിദേശ രാജ്യത്ത് ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ അവരുടെ വോട്ട് നീക്കം ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്തും മറ്റും ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ, 5 സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ അവരുടെ വോട്ട് നീക്കം ചെയ്യുക. നാട്ടിലുള്ള ആളുകളുടെ വോട്ട് നീക്കം ചെയ്തപ്പോൾ വാർഡിൽ താമസമില്ലാത്ത ആളുകളുടെ വോട്ട് കൂട്ടിച്ചേർക്കുന്നു. പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുക. പാർട്ടി ഓഫീസുകൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPIയുടെയും പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച്
വോട്ട് ചേർക്കുക. കേട്ടുകേൾവിയുണ്ടോ ഇത്? ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല. ഞങ്ങൾ സെക്രട്ടറിയെ തടഞ്ഞു വെച്ചു, ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി ലീഡർ സാബു അലക്സ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എസ് നാസർ, KN ബിപിൻകുമാർ, ഷെമി അസീസ്, നേതാക്കന്മാരായ M ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, ശിവരാജൻ, N സുന്ദരേശൻ, TS ഷൈൻ, K കനകമ്മ, S പൊടിയൻപിള്ള, നിർമ്മല സത്യൻ, വിളയിൽ സഫീർ, ഭരണിക്കാവ് രാജീവ്, മുഹമ്മദ് റാഫി, വിപിൻ വർഗീസ്, N അജീഷ്, KK ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓണം വാരാഘോഷ പരിപാടി ഓണനിലാവ് 2025 കൊടിയിറങ്ങി. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ഓണനിലാവ് 2025 സമാപനമായത്. കൊല്ലം ബീച്ചിലെ പ്രധാന വേദിയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാഹോദര്യത്തിന്റെ സന്ദേശമുയർത്തുന്ന ഓണം കേരളീയർ ഒത്തൊരുമിച്ച് ആഘോഷിക്കുകയാണ്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി DTPCയും ജില്ലാ ഭരണകൂടവും സർക്കാരും ചേർന്ന് ബൃഹത്തായ ഓണാഘോഷമാണ് സംഘടിപ്പിച്ചത്. സിവിൽ സപ്ലൈസ്, ത്രിവേണി, മാവേലി സ്റ്റോർ തുടങ്ങിയ സ്ഥാപനങ്ങൾ വഴി സർക്കാർ അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കിയതോടെ ജനങ്ങൾക്ക് ഓണം സമൃദ്ധമായി മാറിയെന്നും മന്ത്രി പറഞ്ഞു. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ ഓണം നമ്മുടെ നാടെന്നും ഒക്കുമകൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രിയപ്പെട്ട മലയാളികളെല്ലാം അത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടം. ആ ഓണത്തിൽ നമുക്കറിയാം, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ജില്ലയിൽ നടന്ന കന്യാറ്റി ജലോത്സവം കാണാൻ 10,000-കണക്കിന് ആളുകൾ ഒത്തുകൂടി. കേരളീയർക്കൊപ്പം ഓണം ഉത്സവമാക്കാൻ വിദേശികളും എത്തി. കൊല്ലം ബീച്ച് ആധുനികവത്കരണ പദ്ധതി ഉടനെ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. M നൌഷാദ് MLA അധ്യക്ഷത വഹിച്ചു. ഓണം ആഘോഷിക്കുക. ഇന്നിപ്പോ സതേദിനാഘോഷമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനപൂർവമായി സന്തോഷകരമായ സമരരഹിതമായ ഓണമാണ് കടന്നുപോയത്. ഇത്തവണത്തെ ഓണം ഗംഭീരമാക്കുന്നതിന് വേണ്ടി സന്തോഷകരമാക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും സർക്കാർ നേരത്തെ തന്നെ ചെയ്തു. തന്നെയാണ് എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. ആ ഒരുമ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഓണാഘോഷ വേളയിൽ മനസ്സുകൊണ്ട് നമ്മൾ പ്രതിജ്ഞയെടുക്കേണ്ടത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യാതിഥിയായി. ഈ ഒരു സൗഹൃദവും ഈ ഒരു സന്തോഷവും ഏതെങ്കിലും ആഘോഷത്തിൽ നമ്മുടെ നാട് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വടക്കോട്ട് പോയാൽ കാണാൻ കഴിയില്ല. മനുഷ്യരെ പ്രത്യേകമായ അറകളിൽ നിർത്തി അവരുടെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ചുരുക്കി അവരിലേക്ക് ഒതുക്കി അവരുടെ സന്തോഷത്തെ അവരിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്താനുള്ള പരിശ്രമമാണ് നമ്മുടെ രാജ്യത്തെ ജനതകളെ ഭിന്നിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പലരും പരിശ്രമിക്കുന്നത്. സെപ്റ്റംബർ 4 മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വേദികളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ ആക്രമിച്ച കേസിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ഏരൂർ ചില്ലിംഗ് പ്ലാന്റിലാണ് സംഭവം. കുളത്തൂപ്പുഴ സ്വദേശിയായ യുവാവിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏരൂരിലെ ചില്ലിംഗ് പ്ലാന്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. യുവാവിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന ഇടത് കൈപ്പത്തിയുടെ പിന്നിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയും തലക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ചില്ലിംഗ് പ്ലാന്റ് സ്വദേശി അജയൻ, ഇയാൾക്കൊപ്പം താമസിക്കുന്ന സരസ്വതി എന്നിവരെയാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ അയൽവാസിയും കുളത്തൂപ്പുഴ സ്വദേശിയുമായ അഖിലേഷിനെയാണ് വെട്ടിയും അടിച്ചും പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അഖിലേഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ ഭാര്യയ്ക്കും അക്രമത്തിൽ പരിക്കേറ്റു. സരസ്വതി അജയനൊപ്പം താമസിക്കുന്നത് അഖിലേഷ് ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പലതവണ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. ഇതിന്റെ വൈരാഗ്യത്താൽ വീട്ടിൽ നിന്ന് കത്തിയുമായി അഖിലേഷിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിയും അടിച്ചും പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അഖിലേഷിന്റെ ഭാര്യ അശ്വതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് രാത്രിയോടെ തന്നെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശ്രമം, അതിക്രമിച്ചു കടക്കൽ, മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഉപയോഗിച്ചാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. തെളിവെടുപ്പും വൈദ്യപരിശോധനകളും പൂർത്തീകരിച്ച് ഇരുവരെയും റിമാൻഡ് ചെയ്തു.
SHO പുഷ്പകുമാർ, SI ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓണക്കാലത്ത് 12 ദിവസം മലയാളി കുടിച്ചത് 920.74 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം 824.07 കോടിയുടെ വിൽപ്പനയായിരുന്നു ഉണ്ടായിരുന്നത്. 9.34% വർധനമാണ് വിൽപ്പനയിലുണ്ടായത്. അത്തം മുതൽ മൂന്നാം ഓണം വരെയുള്ള കണക്കാണിത്. അവിട്ടം ദിനമായ ശനിയാഴ്ച മാത്രം വിറ്റത് 94.36 കോടിയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ അവിട്ടം ദിനത്തിൽ ഇത് 65.25 കോടിയായിരുന്നു. ഒന്നാം ഓണത്തിനാണ് വിൽപ്പന പൊടിപൊടിച്ചത്. ഒറ്റ ദിവസം 137.64 കോടിയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ തവണ ഇത് 126.01 കോടിയായിരുന്നു. ഓണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറവായിരുന്നു വിൽപ്പനയെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് മറികടന്നു. ആദ്യത്തെ 6 ദിവസം 426.8 കോടിയുടെ മദ്യം വിറ്റപ്പോൾ തുടർന്നുള്ള 5 ദിവസങ്ങളിൽ 500 കോടിക്കടുത്താണ് വിൽപ്പന നടന്നത്. 29, 30 തീയതികളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കനത്ത വിൽപ്പനയുണ്ടായി. 30% കൂടുതൽ വിൽപ്പനയാണ് 2 ദിവസം കൊണ്ടുണ്ടായത്. ഓഗസ്റ്റ് 25-ന് 66.88 കോടിയും 26-ന് 64.61 കോടിയും 27-ന് 73.75 കോടിയും 28-ന് 55.61 കോടിയും 29-ന് 80.41 കോടിയും 30-ന് 85.54 കോടിയും 31-ന് 74.99 കോടിയും മദ്യം വിറ്റു. സെപ്റ്റംബർ 2-ന് 90.43 കോടിയും സെപ്റ്റംബർ 3-ന് 96.52 കോടിയും 4-ന് 137.64 കോടിയും 6-ന് 94.36 കോടി രൂപയുടെയും മദ്യമാണ് വിറ്റത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 7 കേരള ബറ്റാലിയൻ NCC വാർഷിക പരിശീലന ക്യാമ്പിന് തുടക്കമായി. ചങ്ങൻകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. 14-ന് സമാപിക്കും. ജില്ലയിലെ 40 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 480 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 7 കേരള ബറ്റാലിയൻ NCCയുടെ നേതൃത്വത്തിൽ ചങ്ങൻകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക പരിശീലന ക്യാമ്പിന് തുടക്കമായി. സെപ്റ്റംബർ 14 വരെ നീണ്ടു നിൽക്കുന്ന 10 ദിവസത്തെ ക്യാമ്പിനാണ് തുടക്കമായത്. കേണൽ റോമേഷ് സിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 40 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 480 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 7 കേരള ബറ്റാലിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ സുനിൽകുമാർ VC ആണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. 7 അസോസിയേറ്റ് NCC ഓഫീസർമാർ, സുബേദാർ സിംഗ് കമ്മീഷൻഡ് ഓഫീസർമാർ, 9 നോൺ കമ്മീഷണഡ് ഓഫീസർമാർ, 2 ഗേൾ കേഡറ്റ് ഇൻസ്ട്രക്ടർമാർ എന്നിവർ ക്യാമ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. കേഡറ്റുകളിൽ അച്ചടക്കം, ദേശീയബോധം, വ്യക്തിശുചിത്വം, ജീവിത നൈപുണ്യങ്ങൾ എന്നിവ വളർത്തിയെടുക്കുകയാണ് പ്രധാന ലക്ഷ്യം. സൈനിക പരിശീലനങ്ങളായ വെപ്പൺ ട്രെയിനിങ്, മാപ്പ് റീഡിംഗ്, ഫയറിംഗ്, ഫീൽഡ് ക്രാഫ്റ്റ്, ബാറ്റിൽ ക്രാഫ്റ്റ് എന്നിവയ്ക്കൊപ്പം സൈബർ സുരക്ഷ, റോഡ് സുരക്ഷ, മയക്കുമരുന്ന് ദുരുപയോഗം, ദുരന്ത നിവാരണ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ക്ഷേത്ര പരിസരത്തെ പൂക്കളത്തിൽ സിന്ദൂരം ചാർത്തി സുരേഷ് ഗോപിയുടെ ഐക്യദാർഢ്യം. ശാസ്താംകോട്ട മുതുബലാക്കാട് ക്ഷേത്ര പരിസരത്തായിരുന്നു വിവാദമായ പൂക്കളം തീർത്തത്. പൂക്കളത്തിനുള്ളിൽ പൂക്കൾ കൊണ്ട് കാവിക്കുടി വരയ്ക്കുകയും താഴെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതുകയും ചെയ്തതാണ് വിവാദമായത്. ക്ഷേത്ര ഭരണസമിതിയുടെ പരാതിയെ തുടർന്ന് കലാപശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. മുതുബലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്തെ വിവാദമായ പൂക്കളത്തിൽ സിന്ദൂരമർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഐക്യദാർഢ്യം. ഞായറാഴ്ച വൈകിട്ട് 5-ഓടെയാണ് സുരേഷ് ഗോപി എത്തിയത്. 3 മണിക്ക് എത്തുമെന്നറിഞ്ഞതോടെ സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനാവലി അദ്ദേഹത്തെ കാത്ത് ക്ഷേത്ര പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു. എത്തിയ ഉടനെ പൂക്കളത്തിന് സമീപത്തേക്ക് പോയി. കയ്യിൽ കരുതിയിരുന്ന സിന്ദൂരച്ചെപ്പ് ഉയർത്തിക്കാട്ടി പ്രവർത്തകരെ ആവേശത്തിലാക്കി. ചെപ്പ് തുറന്ന് 2 നുള്ള സിന്ദൂരമെടുത്ത് പൂക്കളത്തിനുള്ളിൽ പ്രതീകാത്മകമായി അർപ്പിച്ചു. ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും സിന്ദൂരം വിതരണം ചെയ്തു. പൂക്കളമിട്ടതുമായി ബന്ധപ്പെട്ട് കലാപശ്രമത്തിന് പോലീസ് എടുത്ത കേസിൽ 1-ാം പ്രതിയായ സൈനികൻ അശോകനെ അദ്ദേഹം പൊന്നാടി അണിയിച്ചു. ക്ഷേത്ര പരിസരത്ത് 10 മിനിറ്റ് ചിലവിട്ട ശേഷം അദ്ദേഹം മടങ്ങി.
ക്ഷേത്രത്തിനുള്ളിൽ പൂക്കൾ കൊണ്ട് കാവിക്കൊടി വരയ്ക്കുകയും താഴെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതുകയും ചെയ്തതോടെയാണ് വിവാദമുണ്ടായത്. സംഘപരിവാർ അനുഭാവികളും നാട്ടുകാരുമായ ഒരു സംഘം യുവാക്കളും ചേർന്നാണ് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തെ സ്ഥലത്ത് തിരുവോണനാളിൽ പൂക്കളമൊരുക്കിയത്. ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നിയന്ത്രണത്തിലാണ് പൂക്കളമിട്ടത്. ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ പൂക്കളത്തിൽ രാഷ്ട്രീയമായ അടയാളങ്ങളോ പരിസരത്ത് കൊടിതോരണങ്ങളോ ഉണ്ടാകാൻ പാടില്ലെന്നും പോലീസ് നിർദ്ദേശം നൽകി. കാവിക്കൊടി വരയ്ക്കുകയും താഴെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതുകയും ചെയ്തതിനാണ് 2 സൈനികരെയും കണ്ടാലറിയാവുന്ന 25ഓളം പേരെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തത്. വിഷയം രാഷ്ട്രീയമായി BJP ഏറ്റെടുത്തതിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപി എത്തിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമൻ, ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ്, പ്രഭാരി TR അജിത് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ AR അരുൺ, ആലഞ്ചേരി ജയചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റുമാരായ സന്തോഷ് ചിറ്റേടം, സച്ചു എന്നിവരും സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചവറ ശങ്കരമംഗലത്ത് വീട് കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ കുടുംബം ഭീഷണി ഭയന്ന് വീട് വിടുന്നു. സ്വന്തം നാടായ പടിഞ്ഞാറേക്കല്ലടയ്ക്ക് മടങ്ങിപ്പോകാനാണ് തീരുമാനം. തിരുവോണനാളിലാണ് 25ലധികം വരുന്ന അക്രമി സംഘം വീട് കയറി ദളിത് കുടുംബത്തെ ആക്രമിച്ചത്. കുട്ടികളുടെ പഠനവും ജോലിക്ക് പോകാനുള്ള സൗകര്യവും കണക്കിലെടുത്താണ് പടിഞ്ഞാറേക്കല്ലടയിൽ നിന്നും ഇവർ ശങ്കരമംഗലത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത്. ചവറ ശങ്കരമംഗലത്ത് തിരുവോണനാളിൽ വീട് കയറി ആക്രമിക്കപ്പെട്ട കുടുംബമാണ് ഭീഷണി ഭയന്ന് സ്വന്തം നാടായ പടിഞ്ഞാറേക്കല്ലടയ്ക്ക് മടങ്ങുന്നത്. തിരുവോണനാളിൽ 25ലധികം വരുന്ന അക്രമി സംഘം വീട് കയറി ദളിത് കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു. വിരുന്നിനെത്തിയവരും താമസക്കാരും ഉൾപ്പെടെ 11 പേർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. സംഭവത്തിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ചവറ തോട്ടിന് വടക്ക് അജിത്തു ഭവനിൽ താമസിക്കുന്ന നാഗലക്ഷ്മിക്കും ബന്ധുക്കൾക്കും നേരെയാണ് അക്രമം ഉണ്ടായത്. വീണ്ടും അക്രമം ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഇവർ ചവറയിൽ നിന്നും സ്വന്തം നാടായ പടിഞ്ഞാറേക്കല്ലടയ്ക്ക് മടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ താമസം പറയും, ഞങ്ങൾക്ക് പേടിയാണ്. ഈ പെൺപിള്ളേരെ വെച്ചിട്ട് ഞാൻ വിടുന്ന ഇനി രാത്രി ബാക്കി പിടിക്കാത്തവർ കയറി വന്നിട്ട് എൻ്റെ മക്കളെ എന്നെ കൊന്നില്ലെങ്കിൽ എന്തോ ഉറപ്പ്? എനിക്ക് വേറെ ആരുമില്ല ഇവിടെ, അടുത്തൊന്നും എൻ്റെ ആൾക്കാർ ആരും കിടക്കില്ല. എൻ്റെ മക്കൾ ഇവിടാണ്, ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ 2 പിള്ളേർ ഇവിടെയാണ് പഠിക്കുന്നത്, ചവറ സ്കൂളിലാണ് പഠിക്കുന്നത്. അത് ഞാനിവിടെ കൊല്ലത്തിനപ്പുറത്ത് തിരുവനന്തപുരത്തിനടുത്ത് ഒരു വീട്ടിൽ ജോലിക്കാണ് പോയിക്കുന്നത്. അത് എനിക്കും എളുപ്പമാണ്, എൻ്റെ പിള്ളേർക്കും പഠിക്കുന്ന 8:30 പോകുന്ന പിള്ളേരാണ്. എനിക്ക് നീതി കിട്ടണം സാറേ. എൻ്റെ മക്കളെ അടിച്ചതിന് ഇവന്മാരെ എല്ലാവരും പിടിക്കണം. പെണ്ണുൾപ്പെടെ, പെണ്ണിനും എന്നും പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റൂല. അവരും വേണം. ഈ ബാക്കിയുള്ള പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു 10-25 പേരാണ് ഇവിടെ കയറി വന്നത്. ബൈക്കുകളിൽ പോയ സംഘം സ്ത്രീകളെ അസഭ്യം പറഞ്ഞത് വിരുന്നിനെത്തിയ സുരേഷ് എന്നയാൾ ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തുകയായിരുന്നു. പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വീടിനകത്ത് കടന്ന് അക്രമി സംഘം ഉപകരണങ്ങളൊക്കെ തല്ലി തകർത്തു. നാഗലക്ഷ്മിയുടെ കൈ പിടിച്ച് ഒടിക്കുകയും ചെയ്തു. വീടിന്റെ ജനാലച്ചില്ലുകളും അക്രമി സംഘം തകർത്തു. വീണ്ടും അക്രമം ഉണ്ടാകുമോ എന്ന ഭയവും ഇവർക്കുണ്ട്. കുട്ടികളുടെ പഠനവും ജോലിയും കണക്കിലെടുത്താണ് ഇവർ പടിഞ്ഞാറേക്കല്ലടയിൽ നിന്നും ചവറയിലേക്ക് എത്തിയത്. എന്നാൽ തിരികെ മടങ്ങിപ്പോകാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ചവറ. ഓണക്കാലത്ത് ഉറിയടിക്കാൻ വളയിട്ട കൈകൾ. വിദ്യാർത്ഥിനികൾ മുതൽ വയോധികർ വരെയുള്ളവർ പാട്ടുപാടി ചുവടുവെച്ച് ഉറിയടിക്കാനെത്തിയപ്പോൾ തൊടിയൂരിന് ഓണാഘോഷം ഉച്ചസ്ഥായിലെത്തി. പുലിയൂർ വഞ്ചി വടക്ക് EMS വനിതാ ഗ്രന്ഥശാല പ്രവർത്തകരാണ് ഓണത്തെ ആവേശത്തിലാഴ്ത്തി ഉറിയടിക്കാനെത്തിയത്. ഉയരത്തിൽ കെട്ടിയുണ്ടാക്കിയ കമാനത്തിൽ നിന്നും താഴേക്ക് തൂക്കിയിട്ട ഉറിയുടെ കയർ നീട്ടിയും കുറുക്കിയും ഉറികളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ജസീന. മറുഭാഗത്ത് വനിതകളുടെ ഒരു കൂട്ടം കയ്യിൽ വടികളുമായി ഉറിയടിക്കാൻ തയ്യാറായി. താളത്തിനൊപ്പിച്ച് ചുവടുവെച്ച് മുന്നോട്ട് നീങ്ങി. ചുറ്റും കൂടിയവർ ആരവങ്ങൾ ഉയർത്തി ഒപ്പം ചേർന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി തൊടിയൂർ പുലിയൂർ വഞ്ചിവടക്ക EMS വനിതാ ഗ്രന്ഥശാല പ്രവർത്തകരാണ് വനിതകളുടെ ഉറിയടി മത്സരം നടത്തി നാടിന്റെ കയ്യടി നേടിയത്. എല്ലാ വർഷവും ഉറിയടി നടത്തുമെങ്കിലും വനിതകൾ മാത്രമാണ് ഉറിയടിക്കുന്നത്. ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉറി പിടിച്ചിരുന്നത് ഒരു വനിതയായിരുന്നു. അത് നമ്മുടെ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി കൂടിയായ ജസീനയാണ് ഈ പ്രാവശ്യം ഉറി പിടിക്കാൻ നിന്നത്. പുരുഷന്മാരെല്ലാം കാഴ്ചക്കാരായി മാറുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ ഈ പ്രാവശ്യം കണ്ടത്.
അത് ഏറെ സന്തോഷത്തോടെയാണ് ഈ പ്രദേശവാസികൾ ഏറ്റെടുക്കുകയും ചെയ്തത്. ജസീന വെറുതെ ആയിരുന്നില്ല ഉറി പിടിച്ചത്, അത് 2-3 ദിവസത്തെ പരിശീലനത്തിന് ശേഷമായിരുന്നു ഉറി പിടിച്ചത്. എന്തുകൊണ്ട് നമുക്കും ഇത് ചെയ്തുകൂടാ എന്ന ആശയം നമ്മളിൽ ഉണ്ടാവുകയും അങ്ങനെ നമ്മളിത് ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. അത് ഈ നാട് ഒന്നടങ്കം ഏറ്റെടുത്തു. ഉറിയടിക്കാൻ വനിതാവേദിയുടെയും യുവജനവേദിയുടെയും പ്രവർത്തകർ ഉഷാറായി. 65-കാരിയായ ചന്ദ്രിക മുതൽ 15 വയസ്സുകാരി പ്രാർത്ഥന വരെ ഉറിയടിക്കാനുള്ള സംഘത്തിൽ ഒപ്പം ചേർന്നു. ഗ്രന്ഥശാല സെക്രട്ടറി ജസീന ഉറി പിടിക്കുക എന്ന ജോലി കൂടി ഏറ്റെടുത്തതോടെ മത്സരം ഉഷാറായി. താളത്തിനൊപ്പിച്ച് ചുവട് വെച്ച് ചുണക്കുട്ടികളായ പെൺകുട്ടികൾ ഉറിയടിക്കാനിറങ്ങിയതോടെ ഗ്രാമമൊന്നാകെ പിന്തുണയുമായി ഒത്തുചേർന്നു. ലൈബ്രറിയൻ രഞ്ജിനി, ഗ്രന്ഥശാല ഭാരവാഹികളായ വിലോല, ലിബി, അമീന, ചന്ദ്രിക തുടങ്ങിയവർ ഉറിയടിക്ക് നേതൃത്വം നൽകി. ഉറിയടിയും വടംവലിയും മാത്രമല്ല, നമ്മൾ വനിതകളുടെ ഒരു പുലികളി കൂടി ഇറങ്ങിയിരുന്നു. അങ്ങനെ വളരെ ഗംഭീരമായ കുറേ പരിപാടികൾ കുറേ നാട് നമ്മുടെ ഗ്രാമം തൊടിയൂർ ഗ്രാമം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ നടത്തി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരന്റെ വീട്ടിലേക്ക് മാർച്ച്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. പോലീസിന് നേരെ കല്ലും മുട്ടയും എറിഞ്ഞു. സംഘർഷത്തിൽ പ്രവർത്തകർക്ക് പരിക്ക്. ശാസ്താംകോട്ട മുതുപിലാക്കാട് ക്ഷേത്ര പരിസരത്തെ വിവാദ പൂക്കളം. RSS പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം. പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച്. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം. പുനലൂർ നഗരസഭാ സെക്രട്ടറിയെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞുവെച്ചു. നഗരസഭാ ഓഫീസ് കവാടം ഉപരോധിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ ആക്രമിച്ചു. സ്ത്രീ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ഏരൂർ ചില്ലിംഗ് പ്ലാന്റിലാണ് സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.